നമസ്സർവേഭ്യഃ. നമ്മൾ എവിടെ നിന്ന് വന്നു? മരണശേഷം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഈ ചോദ്യങ്ങൾ ചിന്തിക്കാത്തവരായി ആരും കാണില്ല. ജീവിതം എന്നത് രണ്ട് ഇരുട്ടുകൾക്കിടയിലുള്ള ഒരു പ്രകാശബിന്ദു മാത്രമാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഭഗവത്ഗീത 2-ാം അധ്യായത്തിലെ 28-29 ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ കൃഷ്ണൻ അർജുനന് വെളിപ്പെടുത്തി കൊടുക്കുന്നത് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ രഹസ്യമാണ്. കാണപ്പെടാത്ത ഒരിടത്ത് നിന്ന് വന്ന് കുറച്ചുനാൾ ഇവിടെ ജീവിച്ച് വീണ്ടും അദൃശ്യതയിലേക്ക് മടങ്ങുന്ന ഈ അദ്ഭുത പ്രതിഭാസത്തെക്കുറിച്ച് ഭഗവാൻ പറയുന്ന ആഴമേറിയ അറിവ് നമുക്ക് നോക്കാം. ആദ്യം ശ്ലോകം കേൾക്കാം. അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്തനിധനാന്യേവ തത്ര കാ പരിദേവനാ. അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്തനിധനാന്യേവ തത്ര കാ പരിദേവനാ. വരികളുടെ അർത്ഥം നോക്കാം. അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത. ഭാരത ഭൂതാനി അവ്യക്താദീനി വ്യക്തമധ്യാനി. ഭാരത ഭരതവംശജനായ അർജുന, ഭൂതാനി ജീവജാലങ്ങൾ, അവ്യക്താദീനി തുടക്കത്തിൽ കാണപ്പെടാത്തവ, വ്യക്തമധ്യാനി മധ്യകാലത്ത് കാണപ്പെടുന്നവ. അവ്യക്ത നിധനാന്യേവ തത്ര കാ പരിദേവന. അവ്യക്ത നിധനാനി ഏവ തത്ര കാ പരിദേവന. അവ്യക്ത നിധനാനി മരണശേഷം വീണ്ടും കാണപ്പെടാത്തവയാകുന്നു. ഏവ തന്നെ, തത്ര അവിടെ, അക്കാര്യത്തിൽ, കാ എന്ത്, പരിദേവന ദുഃഖം. ഹേ അർജുന, എല്ലാ ജീവജാലങ്ങളും ജനനത്തിന് മുൻപ് അവ്യക്തമായിരുന്നു, അതായത് കാണാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. മരണത്തിന് ശേഷവും അവ അവ്യക്തതയിലേക്ക് തന്നെ മടങ്ങുന്നു. ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള കാലയളവിൽ മാത്രമാണ് അവ വ്യക്തമായി ഇരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇതിൽ എന്തിനാണ് നീ ദുഃഖിക്കുന്നത്? അടുത്ത ശ്ലോകം കേൾക്കാം. ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം ആശ്ചര്യവത് വദതി തഥൈവ ചാന്യഃ ആശ്ചര്യവച്ചൈനമന്യഃ ശൃണോതി ശ്രുത്വാപ്യേനം വേദ ന ചൈവ കശ്ചിത്. ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം ആശ്ചര്യവത് വദതി തഥൈവ ചാന്യഃ ആശ്ചര്യവച്ചൈനമന്യഃ ശൃണോതി ശ്രുത്വാപ്യേനം വേദ ന ചൈവ കശ്ചിത്. ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം ആശ്ചര്യവത് വദതി തഥൈവ ചാന്യഃ കശ്ചിത് ഏനം ആശ്ചര്യവത് പശ്യതി തഥാ ഏവ ച അന്യഃ ആശ്ചര്യവത് വദതി. കശ്ചിത് ആരോ ഒരാൾ, ഏനം ഇവനെ, അതായത് ഈ ആത്മാവിനെ, ആശ്ചര്യവത് അത്ഭുതം എന്ന പോലെ, പശ്യതി കാണുന്നു, തഥൈവ അതുപോലെ തന്നെ, അന്യഃ മറ്റൊരാൾ, വദതി പറയുന്നു അല്ലെങ്കിൽ വിവരിക്കുന്നു. ആശ്ചര്യവച്ചൈനമന്യഃ ശൃണോതി ശ്രുത്വാപ്യേനം വേദ ന ചൈവ കശ്ചിത്. അന്യഃ ചായേനം ആശ്ചര്യവത് ശൃണോതി കശ്ചിത് ചായേനം ശ്രുത്വാ അപി ന ഏവ വേദ. അന്യഃ മറ്റൊരാൾ, ഏനം ഇവനെ, അതായത് ഈ ആത്മാവിനെ, ആശ്ചര്യവത് അത്ഭുതം എന്ന പോലെ, ശൃണോതി കേൾക്കുന്നു, കശ്ചിത് ആരോ ഒരാൾ, ഏനം ഇവനെ, അതായത് ഈ ആത്മാവിനെ, ശ്രുത്വ കേട്ടിട്ടും, അപി എങ്കിലും, വേദ അറിയുന്നു, ന ഇല്ല അറിയുന്നില്ല. ഒരാൾ ഈ ആത്മാവിനെ അദ്ഭുതം എന്ന പോലെ കാണുന്നു, മറ്റൊരുവൻ ഇതിനെക്കുറിച്ച് അദ്ഭുതത്തോടെ സംസാരിക്കുന്നു, വേറൊരാൾ ഇതിനെപ്പറ്റി അദ്ഭുതത്തോടെ കേൾക്കുന്നു. എന്നാൽ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുള്ളവർ പോലും ആരും തന്നെ ഇതിനെ യഥാർത്ഥമായി അറിയുന്നില്ല. ജീവിത പാഠം നോക്കാം. കാണപ്പെടാത്ത ലോകത്തു നിന്ന് വന്ന് കുറച്ചുനാൾ മാത്രം ഇവിടെ ജീവിച്ച് വീണ്ടും അദൃശ്യതയിലേക്ക് മടങ്ങുന്ന ഒരു അദ്ഭുതമാണ് മനുഷ്യൻ. അതുകൊണ്ട് താൽക്കാലികമായ ഈ മാറ്റങ്ങളെ ഓർത്ത് ഭയപ്പെടുകയോ ദുഃഖിക്കുകയോ ചെയ്യാതെ ഉള്ളിലെ അജയ്യമായ ആത്മചൈതന്യത്തെ തിരിച്ചറിയുക. ശ്ലോകങ്ങൾ വീണ്ടും കേൾക്കാം.
അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്തനിധനാന്യേവ തത്ര കാ പരിദേവന ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം ആശ്ചര്യവത് വദതി തഥൈവ ചാന്യഃ ആശ്ചര്യവച്ചൈനമന്യഃ ശൃണോതി ശ്രുത്വാപ്യേനം വേദ ന ചൈവ കശ്ചിത്. സിനിമ തുടങ്ങുന്നതിന് മുൻപും കഴിഞ്ഞ ശേഷവും സ്ക്രീൻ ശൂന്യമായിരിക്കുന്നത് പോലെയാണ് നമ്മുടെ ജീവിതമെന്ന് ഈ ശ്ലോകങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇടയിലുള്ള കുറച്ചു സമയം മാത്രം കാണുന്ന കാഴ്ചകളെ ഓർത്ത് നമ്മൾ എന്തിനു ഭയപ്പെടണം? നമ്മുടെ ഉള്ളിലെ ആത്മചൈതന്യം എന്നത് കേട്ടവർക്കും പറഞ്ഞവർക്കും പോലും പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയാത്ത അത്ര വലിയൊരു അത്ഭുതമാണ്. ആ അത്ഭുതം നമ്മൾ ഓരോരുത്തരിലും ഉണ്ടെന്ന തിരിച്ചറിവ് നമുക്ക് വലിയൊരു ആത്മവിശ്വാസം നൽകുന്നു. ഈ ശ്ലോകങ്ങൾ നിങ്ങളുടെ ജീവിതവീക്ഷണത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കിയത്? താഴെ കമന്റ് ചെയ്യുമല്ലോ. അടുത്ത വീഡിയോയിൽ ആത്മാവിനെ കുറിച്ചുള്ള പഠനം ഉപസംഹരിക്കുന്ന ശ്ലോകവുമായി നമുക്ക് വീണ്ടും കാണാം. ധന്യവാദ. ഹരേ കൃഷ്ണ.